മാത്തൂർ കളരി പുരസ്കാരം കലാനിലയം രാഘവനും കലാമണ്ഡലം കൃഷ്ണകുമാറിനും. പുരസ്കാര വിതരണം ഡിസംബർ 24-ന് മന്ത്രി വി പ്രസാദ് നിർവഹിക്കും. നെടുമുടി മാത്തൂർ കളരി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയ മാത്തൂർ കുഞ്ഞുമുള പണിക്കർ സ്മാരക പുരസ്കാരത്തിന് കഥകളി നടൻ കലാനിലയം രാഘവനും മാത്തൂർ ഗോവിന്ദൻകുട്ടി സ്മാരക പുരസ്കാരത്തിന് കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണകുമാറും അർഹനായി. ബുധനാഴ്ച വൈകിട്ട് 4-ന് മാത്തൂർ ശ്രീഭഗവതി ക്ഷേത്രാങ്കണത്തിൽ സംഘടിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി പി പ്രസാദ് അവാർഡ് സമ്മാനിക്കും. ഡോക്ടർ നെടുമുടി ഹരികുമാർ, സുദർശൻ വർണ്ണം, അഡ്വക്കേറ്റ് ജയകുമാർ എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 6:30-ന് നളചരിതം 4-ാം ദിവസം കഥകളിയും അരങ്ങേറും. ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ സൈന്യാധിപന്മാരായിരുന്നു മാത്തൂർ പണിക്കർ. അവരുടെ കുടുംബവും അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രവും മറ്റ് കളരികൾ നിലനിന്നിരുന്ന സ്ഥലവും എല്ലാം കൂടി ചേർന്നതാണ് ഇന്ന് കാണുന്ന മാത്തൂർ കുടുംബം. ഈ മാത്തൂർ കുടുംബത്തിൽ ചെമ്പകശ്ശേരി രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ആയോധന കളരി, അതുപോലെ തന്നെ കഥകളിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കഥകളി കളരി, അതുപോലെ ചരിത്രപ്രസിദ്ധമായ ഇപ്പോഴും വളരെയധികം ആളുകളെ ആകർഷിക്കുന്ന അമ്പലപ്പുഴ വേലകളിയുടെ ആസ്ഥാനം, ഇതെല്ലാം തന്നെ മാത്തൂർ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈകിട്ട് 4:30-ക്ക് മാത്തൂർ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കും. അതിൽ ഈ രണ്ട് വലിയ കലാകാരന്മാരെ, മാത്തൂർ കുഞ്ഞുമുള്ള പണിക്കർ ആശാനെക്കുറിച്ചും അതുപോലെ തന്നെ മാത്തൂർ ഗോവിന്ദൻകുട്ടി ആശാനെക്കുറിച്ചുമുള്ള അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നത് ശ്രീ നെടുമുടി ഹരികുമാർ അവറുകളാണ്. അതുപോലെ ഈ പുരസ്കാര വിതരണം ഏറ്റിരുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബഹു ആർ ബിന്ദു അവറുകളായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അവരും ഒരു കഥകളി നടി കൂടിയാണ്. അവരുടെ ഗുരുനാഥനാണ് ശ്രീ കലാനിലയം രാഘവനാശാൻ. പക്ഷേ ഒരു അത്യാവശ്യം കൊണ്ട് അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ചു. അതുകൊണ്ട് ഈ പുരസ്കാര വിതരണം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് സാറാണ്. അദ്ദേഹം സസന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്.